على رسوله الأمين وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 147 ആയത്തുകളുടെ ആശയങ്ങളാണ് നാം ഗ്രഹിച്ചത്. ഇന്ന് നമുക്ക് 148 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واتخذ قوم موسى من بعده من حليهم عجلا جسدا له خوار ألم يروا أنه لا يكلمهم ولا يهديهم سبيلا اتخذوه وكانوا ظالمين ولما سقط في أيديهم ورأوا أنهم قد ضلوا قالوا لئن لم يرحمنا ربنا ويغفر لنا لنكونن من الخاسرين. കഴിഞ്ഞ ആയത്തുകളിൽ എന്താണ് നാം മനസ്സിലാക്കിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല 40 നാളുകളിലേക്ക് മൂസ അലൈഹിസ്സലാമിനെ നിശ്ചിത സ്ഥലത്തേക്ക് കൊണ്ടുപോയ പശ്ചാത്തലമാണ്. അപ്പോൾ മൂസ അലൈഹിസ്സലാം അള്ളാഹുവോട് ഞാൻ നിന്നെ ഒന്ന് ദർശിച്ചോട്ടെ എന്ന് ചോദിച്ചു. അത് സാധ്യമല്ല എന്ന് അള്ളാഹു പറഞ്ഞു. എന്നാൽ അള്ളാഹു തആല മൂസ അലൈഹിസ്സലാമിനെ സവിശേഷമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനാൽ പ്രവാചകത്വം താങ്കൾക്ക് സവിശേഷമായി നൽകിയിരിക്കുന്നു. അതുപോലെ അള്ളാഹുവിൻ്റെ വക്താവായിക്കൊണ്ട് സമൂഹ മധ്യത്തിൽ ദീനിനെ പ്രസരിപ്പിക്കുവാനുള്ള അവസരവും നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മൂസ അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല സതുപദേശങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും ഉള്ള ലൗഹുകൾ, സവിശേഷമായ ഫലകങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഈ വചനങ്ങൾ താങ്കൾ മുറുകെ പിടിക്കണം, മാത്രമല്ല സമൂഹ മധ്യത്തിൽ ഏറ്റവും നന്നായിട്ട് ഇത് അവതരിപ്പിക്കണം എന്നൊക്കെ മൂസ അലൈഹി ഇസ്ലാമിനെ ഉണർത്തുകയുണ്ടായി. അതോടൊപ്പം സത്യത്തെ അംഗീകരിക്കുന്നവരാര്, അംഗീകരിക്കാത്തവരാര് എന്ന കാര്യവും ബോധ്യപ്പെടുത്തി. ഈ സംഭവങ്ങൾ ആ പ്രത്യേകമായ ഇടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ മറുവശത്ത് മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. എന്താണ്? മൂസ അലൈഹിസ്സലാം തൻ്റെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമിനെ ഇസ്രായേൽ സമൂഹത്തിന്റെ നേതൃത്വം ഏൽപ്പിച്ചു കൊടുത്തിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. നമ്മൾ ഓർക്കുന്നില്ലേ? 142-ാമത്തെ ആയത്തില് ആ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വഖാല മൂസ ലി അഖീഹി ഹാറൂൻ ഉഖ്ലുഫ്നി ഫീ ഖൗമി വഅസ്ലിഹ്. മൂസ അലൈഹി ഇസ്ലാം ഹാറൂനിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉഖ്ലുഫ്നി ഫീ ഖൗമി, എൻ്റെ ജനതയ്ക്ക് നീ പ്രതിനിധിയാകണം, എൻ്റെ പകരക്കാരനായിക്കൊണ്ട് നീ അവർക്ക് നേതൃത്വം നൽകണം. വഅസ്ലിഹ്, അവരോട് ഏറ്റവും നല്ല നിലപാട് സ്വീകരിക്കണം. വലാ തത്തബിഅ സബീലൽ മുഫ്സിദീൻ, കുഴപ്പക്കാരുടെ വഴി സ്വീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത. എന്നാൽ മൂസ അലൈഹിസ്സലാം ഇസ്രായേൽ സമൂഹത്തെ വിട്ട് അള്ളാഹുവിൻ്റെ വിളി കേട്ട് 40 നാളുകളിലേക്ക് പോയപ്പോൾ എന്താണ് പിന്നെ ആ സമൂഹത്തിൽ നടന്നത്? അതാണ് 148-ാമത്തെ ആയത്ത്. വത്തഖദ ഖൗമു മൂസ മിൻ ബഅദിഹി. വത്തഖദ, ഇത്തഖദ സ്വീകരിച്ചു,
വത്തഖദ സ്വീകരിക്കുകയും ചെയ്തു ഖൗമ മൂസ, മൂസ അലൈഹിസ്ലാമിന്റെ ഖൗമ അഥവാ ആ ജനത, മിൻ ബഅദിഹി അദ്ദേഹത്തിന് ശേഷം, അദ്ദേഹം തൻ്റെ ജനതയെ വിട്ട് 40 നാളുകളിലേക്ക് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി പോയില്ലേ, അതാണ് മിൻ ബഅദിഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന്റെ ജനത മൂസ അലൈഹി ഇസ്ലാം പോയതിനു ശേഷം എന്ത് ചെയ്തു? വത്തഖദ അവർ സ്വീകരിച്ചു, മിൻ ഹുലിയിഹിം, ഹുലിയ ആഭരണം എന്നാണ് അർത്ഥം. ഹിലിയത്ത് എന്നതിന്റെ ബഹുവചനമാണ് ഹുലി. ഹുലിയിഹിം അവരുടെ ആഭരണത്തിൽ നിന്ന് എന്തിനെ സ്വീകരിച്ചു? ഇജ്ലൻ ഒരു കാളക്കിടാവിനെ സ്വീകരിച്ചു, അല്ലെങ്കിൽ ഒരു പശുവിന്റെ കുട്ടിയെ സ്വീകരിച്ചു. എങ്ങനെയുള്ളതാണ്? ജസദൻ, അത് ഒരു ശരീരമുള്ളതാണ്. ജസദ് ശരീരം, അല്ലെങ്കിൽ ഒരു പ്രതിമയുടെ രൂപം ഉള്ള പശുക്കുട്ടി എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് ലഹു ഖുവാർ, അതിനൊരു പ്രത്യേകതയുണ്ട്. ലഹു അതിനുണ്ട്, ഖുവാർ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുക. പശുക്കള് കരയുന്നതിനെ മുക്രയിടുക എന്നൊക്കെ പറയില്ലേ, ആ നിലയ്ക്ക് ഭയങ്കരമായ പെട്ടെന്ന് ആളുകളെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ശബ്ദം അതിങ്ങനെ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കും. അതാണ് ലഹു ഖുവാർ, അത് മുക്രയിടുന്നു. ഇതാണ് സംഭവിച്ചത്. വത്തഖദ ഖൗമ മൂസ, മൂസ അലൈഹി ഇസ്ലാമിന്റെ ജനം സ്വീകരിച്ചു, മിൻ ബഅദിഹി അദ്ദേഹം 40 നാളുകളിലേക്ക് പോയ ശേഷം, മിൻ ഹുലിയിഹിം അവരുടെ ആഭരണത്താൽ, റിജ്ലൻ ജസദൻ ലഹു ഖുവാർ ഒരു മൊക്രയിടുന്ന രൂപത്തിലുള്ള ഒരു കാളക്കുട്ടിയുടെ, പശുക്കിടാവിൻ്റെ ഒരു രൂപമുണ്ടാക്കി. അതിനെ അവര് വത്തഖദ എന്ന് പറഞ്ഞാൽ ആരാധ്യ വസ്തുവായിട്ട് സ്വീകരിച്ചു എന്നാണ് ഉദ്ദേശം. അലം യറൗ, എന്നിട്ട് അല്ലാഹു തആല ചോദിക്കാൻ, അലം യറൗ അവർ കണ്ടിട്ടില്ലേ, അഥവാ അവർക്ക് അറിയില്ലേ എന്നാണ് ചോദ്യം. അവർ കണ്ടിരുന്നില്ലേ? അന്നഹു നിശ്ചയം എന്തെന്നാൽ, ലാ യുകല്ലിമുഹും അത് അവരോട് സംസാരിക്കുന്നില്ല എന്ന്. ഏത്? ഈ പ്രതിമകൾ, ഈ പശുവിന്റെ രൂപം അവരോട് സംസാരിക്കില്ല എന്ന കാര്യം അവർക്കറിയില്ലേ എന്നാണ്. വലാ യഹ്ദീഹിം അവരെ നയിക്കുകയില്ല, നന്മയിലേക്ക് സന്മാർഗത്തിലേക്ക് നയിക്കാൻ അവയ്ക്ക് കഴിയില്ല എന്നും അറിയില്ലേ. വലാ യഹ്ദീഹിം സബീല ഒരു വഴിയിലേക്ക് നയിക്കാൻ കഴിയില്ലെന്ന്. ഇത്തഖദു എന്നിട്ടും അവരതിനെ സ്വീകരിച്ചു. വക്കാനു ളാലിമീൻ അങ്ങനെ അവർ അക്രമികളായിട്ട് മാറി. അള്ളാഹു പറയാൻ, ആലോചിച്ച് നോക്ക, ഇവരാരാണ് ശരിക്കും? ഒരു പ്രവാചകൻ, മൂസ അലൈഹിസ്ലാം എന്ന മഹാനായ പ്രവാചകന്റെ അനുയായികളാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നേരിട്ട് കണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ചെങ്കടൽ പിളർന്നതും ഫിർഔനിന്റെ ആധിപത്യത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തപ്പെട്ടതും ഒക്കെ അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടാണ് നേരിട്ട് കണ്ടവരാണ്, അല്ലേ? അങ്ങനെ ചെങ്കടൽ കടന്ന് സീനായി മരുഭൂമിയിൽ എത്തിയപ്പോഴോ അവിടെ അള്ളാഹു അവർക്ക് പല അനുഗ്രഹങ്ങളും ചെയ്തു കൊടുത്തില്ലേ? മന്നയും സെൽവയും മേഘത്തണലും ഇങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിക്കണവര്. എന്നിട്ടും അവരുടെ ഉള്ളില് ഇങ്ങനെ ചില ചിന്താഗതികൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ അത് വിശകലനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ അവര് ആ കടൽ തീരത്തൂടെ നടന്നു പോകുമ്പോൾ മുക്കുവ കുടിലുകൾ കണ്ടപ്പോ, അവര് അതിനകത്ത് വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്നത് കണ്ടപ്പോ, ഇജാലന ഇലാഹൻ കമാലഹും ആലിഹ, മൂസ ഇവർക്കൊക്കെ ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ, ഇതുപോലെ ഒരു ദൈവത്തെ നമുക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസം അത് അതിൻ്റെതായ കരുത്തിൽ നമ്മുടെ അകത്ത് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ പല വൈകല്യങ്ങളിലും മനുഷ്യൻ ചെന്നപ്പെടും. മുസ്ലിം സമൂഹം തന്നെ ഇന്നത്തെ കാലത്ത് എന്തൊക്കെ അബദ്ധങ്ങളിൽ, അന്ധവിശ്വാസങ്ങളിലാണ് ചെന്നപ്പെടുന്നത്. എന്നിട്ട് അതിനൊക്കെ പല ന്യായീകരണങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കാം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിച്ചു കൊണ്ടിരുന്ന ഈജിപ്ത് ഉണ്ടല്ലോ, ആ നാട് ഇത്തരത്തില് വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു നാടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരവിടെ അടിമകളാക്കപ്പെട്ടു. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ യജമാനന്മാർ ആരാധിക്കുന്ന
അവരുടെ വിശ്വാസം സ്വാഭാവികമായിട്ടും ഈ അടിമകളാക്കപ്പെട്ടവരുടെ അകത്ത് കയറിക്കൂടാൻ ഇടയുണ്ട്. നേരത്തെ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ? കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളിൽ ആരാണോ ആ രാജ്യത്തെ അടിമപ്പെടുത്തിയത് അവരുടെ സംസ്കാരവും ശീലങ്ങളൊക്കെ വരുന്നില്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടില് ബ്രിട്ടീഷുകാർ പോയിട്ട് 3/4 നൂറ്റാണ്ടായി, എന്നാലും അവരുപേക്ഷിച്ചു പോയ പലതും അങ്ങനെ തന്നെ നിലനിൽക്കുന്നത് കാണാം. ഭരണ മേഖലയിലും നിയമമേഖലയിലും മനുഷ്യന്റെ സംസ്കാരത്തിലും ശീലങ്ങളിൽ പോലും അവരുടെ പല ശൈലിയും നിലനിൽക്കുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു മാറാവ്യാധി പോലെ മനസ്സിനകത്ത് ഇത് കുടിയിരുത്തപ്പെടാൻ. സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചല്ലേ, ഉശ്രിബു ഫി ഖുലൂബിഹിമുൽ ഇജ്ൽ, ഈ പശുക്കുട്ടി അവരുടെ മനസ്സിൽ കുടിയിരുത്തപ്പെട്ടു എന്നാണ്. ശരിബ കുടിച്ചു എന്നല്ലേ അർത്ഥം. ഉശ്രിബു കുടിപ്പിക്കപ്പെട്ടു എന്നാണ്. അതിൽ നിന്നായിരിക്കും വീടിന് കുടി എന്നുള്ള പ്രയോഗം ഉണ്ടായത് അല്ലേ? വീടിന് കുടി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വെള്ളം കുടിക്കുമ്പോൾ അവൻ്റെ ശരീരം മുഴുവനും ആ വെള്ളത്തിൻ്റെതായ ഗുണഫലം എത്തും. വിഷം കുടിച്ചാലോ അതിൻ്റെ എല്ലാ ദോഷങ്ങളും അയാളുടെ രോമകൂപങ്ങളിൽ വരെ ഉണ്ടാവും അല്ലേ? എന്ന് പറയും പോലെ വിശ്വാസ വൈകല്യം ഒരാളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും നോക്കിലും ഇടപെടലുകളിലും പെരുമാറ്റത്തിലും സംസ്കാരത്തിലും എല്ലാ രംഗത്തും അത് ഉണ്ടാവുന്നുള്ളതാണ്. ഇതാണ് സംഭവിച്ചത്. ഇത് ഈജിപ്തിൽ നിന്നാണ് അവരുടെ മനസ്സിനകത്ത് കുടിയിരുത്തപ്പെട്ടത്. ഇപ്പോഴും അത് തന്നെയാണ് അവരുടെ മനസ്സിലെ ചിന്ത. അവരുടെ നേതാവങ്ങ് പോകുമ്പോഴേക്ക് കണ്ടില്ലേ, ഏകദൈവത്വത്തിന്റെ വിശുദ്ധമായ ശുദ്ധപ്രകൃതിയുള്ള ഒരു ആദർശം പഠിപ്പിക്കപ്പെട്ട സമൂഹം പെട്ടെന്ന് പശുക്കുട്ടിയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ. അതാണ് ഉണ്ടായത്. വത്തഖദ ഖൗമു മൂസ മിൻ ബഅദിഹി മിൻ ഹുലിയിഹിം ഇജ്ലൻ ജസദൻ ലഹു ഖുവാർ. അങ്ങനെ അവര് പശുക്കുട്ടിയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്തായിരുന്നു അതിന്റെ സാഹചര്യം? സൂറത്ത് ത്വാഹയിലാണ് അതിന്റെ വിശദാംശങ്ങൾ ഉള്ളത്. സാമിരി എന്ന ഒരാളാണ് അവരെ പറ്റിച്ചത് എന്ന് പറയുന്നുണ്ട്. സാമിരി ആരായിരുന്നു? അയാള് ഇസ്രായേൽ വംശത്തിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പ്രകടിപ്പിച്ചിരുന്ന ഒരു കപടനായിരുന്നു സാമിരി എന്ന് പറഞ്ഞ ആള്. അങ്ങനെ അയാളാണ് ഇസ്രായേല്യരെ ഈ അബദ്ധത്തിൽ പെടുത്തിയത് എന്നുള്ളതാണ്. അപ്പൊ ഈ സമയത്ത് ഇസ്രായേല്യർ എവിടെ താമസിക്കുന്നറിയോ? വാദി റാഹ എന്ന് പറയുന്ന ഒരു താഴ്വരയിലാണ് അവർ താമസിക്കുന്നത്. സീനായുടെ താഴ്വാരത്തുള്ള വാദി റാഹ എന്ന് പറയുന്ന പ്രദേശത്ത് അവർ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ സാമിരി എന്ന് പറയുന്ന ആൾ അവരുടെ കൂടെയുണ്ട്. മൂസ അലൈഹി ഇസ്ലാം പോയ തക്കത്തിൽ ഇയാൾ എന്ത് ചെയ്തു? ഇസ്രായേലരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു വാളങ്ങ് പറഞ്ഞു. എന്താണ്? എല്ലാവരും അവരവരുടെ കൈവശമുള്ള സ്വർണവും ആഭരണങ്ങളൊക്കെ കൊണ്ടുവരണം. നമുക്ക് കാണാൻ കൊള്ളാവുന്ന നല്ല ഒരു ദൈവത്തെ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ ആവശ്യപ്പെട്ടില്ലേ മൂസ നബിയോട്? എന്താണ്? ഞങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ദൈവത്തെ വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നല്ലോ. അപ്പൊ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി അവരുടെ കൈവശമുള്ള ആഭരണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇയാളെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, അവര് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അവിടുത്തെ ആൾക്കാരില്ലേ ഖിബ്തികൾ, ആ ഖിബ്തികളുടെ കയ്യിൽ നിന്ന് ആഭരണങ്ങളൊക്കെ കടം വാങ്ങിയിരുന്നു അത്രേ. അതൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. ആ ആഭരണങ്ങളാണ് ഇത്, അതും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ബൈബിളാണ് പറയുന്നത് കേട്ടോ. ബൈബിളാ പറയുന്നത്. എന്നാൽ ഒരു പ്രവാചകന്റെ കൂടെ സഞ്ചരിക്കുന്ന അനുയായികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നത് മറ്റൊരു വിഷയമാണ്. ഇനി അങ്ങനെയല്ല, ചെങ്കടലിൽ മുങ്ങി നശിച്ച ഫറോവമാര് അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആ സമൂഹം ഉണ്ടല്ലോ, അവരിൽ നിന്ന് ശേഖരിച്ചെടുത്തതാണ് ഈ ആഭരണങ്ങൾ എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അവര് രാജകുടുംബമാണല്ലോ, രാജസമൂഹമാണ്. അപ്പൊ അവരുടെ ഉടയാട ആഭരണങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് വലിയ പ്രൗഢിയോടെ ആയിരിക്കും ഇസ്രായേല്യരെ നശിപ്പിക്കാൻ വേണ്ടി, പിടികൂടാൻ വേണ്ടിയിട്ട് എഴുന്നള്ളത്ത് നടത്തിയിട്ടുണ്ടാകും.
അപ്പൊ അവരിങ്ങനെ മുങ്ങി മരിച്ചപ്പോൾ അവരുടെ കൈവശമുള്ള ആഭരണങ്ങളൊക്കെ ഇസ്രായേലർക്ക് കിട്ടി എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. ഏതായാലും ഈ സാമിരി വഴുതു പറഞ്ഞപ്പോൾ എന്തായി? എല്ലാവരും കൂടി ആഭരണങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. പുരോഹിതന്മാർ പലപ്പോഴും അങ്ങനെയാണ് അല്ലെ? ഖുർആൻ തന്നെ പറയുന്നില്ലേ, എന്താണ്? ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, അവർ അന്യായമായിട്ട് ജനങ്ങളുടെ സമ്പത്ത് തിന്നുകളയും എന്നൊരു പ്രയോഗമുണ്ട് ഖുർആനിൽ. അപ്പൊ ആ അവസ്ഥയില് ഇയാളങ്ങ് പ്രസംഗിച്ചപ്പോ ആളുകളൊക്കെ ഈ സമ്പത്ത് അല്ലെങ്കിൽ അവരുടെ ആഭരണങ്ങൾ മുഴുവനും കൊണ്ടുവന്നു കൊടുത്തു. അപ്പൊ ഈ സാമിരി എന്ത് ചെയ്തു? ഇത് ഒരുക്കിയിട്ട് ഒരു കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കിയെടുത്തു. എന്നിട്ടോ, അതാണ് ജസദ്. സാധാരണഗതിയിൽ ജസദ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ശരീരം, ജീവനുള്ള ശരീരം എന്ന അർത്ഥത്തിലാണ് സാധാരണ ജസദ് എന്ന വാക്ക് ഉപയോഗിക്കും. പക്ഷെ ഈ ശരീരം ഒരു ജീവൻ ഇല്ലെങ്കിലും ജീവൻ ഉള്ളതുപോലെ ആക്കി മാറ്റി സാമിരി. എന്താ ചെയ്തത്? അതിൻ്റെ വായയുടെ അകത്ത് ഒരു വിസിൽ വെച്ചു കൊടുത്തു എന്ന് നമ്മുടെ ഭാഷയിൽ പറയാം. വായ ഇങ്ങനെ തുറന്നു കിടക്കാണ്. അപ്പൊ അതിനകത്തേക്ക് എന്തോ ഒരു സാധനം വെച്ചു കൊടുത്തിട്ട് കാറ്റ് അതിനകത്തേക്ക് കയറുമ്പോൾ അത് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള വിസിലുകൾ ഉണ്ടല്ലോ, അതാണ് ശരിക്കും ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് എന്താവും? ഇത് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അതാണ് ഉണ്ടായത്. അങ്ങനെ അത് ഒച്ച ഉണ്ടാക്കുന്ന കൂടി കണ്ടപ്പോൾ അവർക്കത് വലിയ സംഭവമായിട്ട് അനുഭവപ്പെട്ടു. സാമിരി എന്താ അവരോട് പറഞ്ഞെന്നറിയാം? ഇതാ മൂസ ഒരു ദൈവത്തെ അന്വേഷിച്ചു പോയതാണ്, ആ ദൈവം ഇതാ നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നു എന്നാ പറഞ്ഞത്. ആലോചിച്ച് നോക്ക്, മൂസ അലി ഇസ്ലാമിന് അള്ളാഹു തആല 40 നാളിലേക്ക് കൊണ്ടുപോയതാണല്ലോ. അപ്പൊ അവരോട് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ അള്ളാഹു വിളിച്ചിട്ട് പോവാണ് അല്ലെ? ഇതേ വാചകമാണ് സാമിരി ഉപയോഗിച്ചത്. മൂസ ഏത് ദൈവത്തെ അന്വേഷിച്ചാണോ പോയത്, ആ ദൈവത്തെ ഞാനിതാ നിങ്ങളുടെ കൺമുമ്പിൽ അവതരിപ്പിക്കുന്നു, ഇതാ ഇത് ശബ്ദിക്കുന്നത് കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതിനാൽ നിങ്ങൾ ഇതിനെ ആരാധിക്കുവിൻ, ഇതിന് ബലികളും കാണിക്കകളും അർപ്പിക്കുവിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഭീരായിട്ട് അങ്ങ് പ്രസംഗിച്ചപ്പോ ജനങ്ങൾ അപസ്മാര രോഗികളെ പോലെ യാതൊരു ചിന്തയുമില്ലാതെ ഓടിക്കൂടി എന്നുള്ളതാണ്. എന്നും അങ്ങനെയാണ് മനുഷ്യർ അല്ലെ? എന്തെങ്കിലും ഒരു പിടിവള്ളി വേണം. നേരിട്ട് കാണാൻ കഴിയുന്ന ഒന്നിനെ ദർശിക്കുമ്പോൾ അത് വല്ലാത്തൊരു ആശ്വാസമായിട്ട് തോന്നും. അത് ദുർബലരായ മനുഷ്യന്റെ പ്രത്യേകതയാണ്. ഇസ്ലാം അങ്ങനെ അല്ലല്ലോ ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത്. അത് ഗൈബാണ് അതിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെ? അദൃശ്യ കാര്യമാണ് അതിൻ്റെ അടിത്തറ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഡൽഹിയിൽ ഒരു വിഗ്രഹം പാല് കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ വീട്ടിലെ വിഗ്രഹങ്ങളുടെ അടുത്ത് പാല് വെച്ചപ്പോൾ ഈ പാലും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടു. അപ്പൊ അങ്ങനെ അത് വമ്പിച്ച പ്രചാരം നേടിയ സംഭവമായിരുന്നു അത് അല്ലെ? ശരിക്കും എന്താണ്? ഉണങ്ങി നിൽക്കുന്ന, വരണ്ട് നിൽക്കുന്ന ഈ കല്ലിന്റെ അടുത്തേക്ക് വെള്ളം വെച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ഈർപ്പം അത് വലിച്ചെടുക്കും അത്രേ. അങ്ങനെയാണ് സംഭവിച്ചത്. ഇതേപോലെ തന്നെ വേറെയും സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മുംബൈയിൽ ഒരു ദർഗയോട് ചേർന്ന് കടലില് മധുരജലം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വമ്പിച്ച പ്രചരണം. ആ ദർഗയുടെ ചുറ്റിലും ഉള്ള വെള്ളത്തില് പെട്ടെന്ന് മധുരം ഉണ്ടായി എന്ന് പറഞ്ഞൊരു ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മതേതര വാർത്താ മാധ്യമങ്ങൾ സകലതും ഇതിനെ പബ്ലിസിറ്റി ഏറ്റെടുക്കാൻ ഇങ്ങനെ പലതും ഉണ്ടാവുന്നു. ഈ അടുത്ത കാലത്താണ് ഒരു മുടി 1/2 സെന്റിമീറ്റർ നീണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മഹാപുരോഹിതൻ പ്രഖ്യാപനം നടത്തിയത്. അപ്പൊ അത് വിശ്വസിക്കുന്ന ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ വിശ്വാസത്തെ ഒരു മാജിക്കായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുക. അതിനെ ഒരു ആദർശമായിട്ടാണല്ലോ കാണേണ്ടത്. ഇപ്പൊ ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥയാണ്. ലോകത്ത് പലരും പല ജീവിത വ്യവസ്ഥകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസം ഒരു ജീവിത വ്യവസ്ഥയാണ്, സോഷ്യലിസം ഒരു ജീവിത വ്യവസ്ഥയാണ് അല്ലെ? ഇതേപോലെ ഒരു ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം. ഇപ്പൊ കമ്മ്യൂണിസത്തെ, സോഷ്യലിസത്തെ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഇസത്തെ, മനുഷ്യന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു സിദ്ധാന്തത്തെ, ഒരു ആശയത്തെ ഈ രൂപത്തിലാണോ പ്രചരിപ്പിക്കാം?
അങ്ങനെയല്ലല്ലോ. ആ ആശയത്തിന്റെ നന്മ എന്താണ്, അത് സമൂഹത്തിന് അനുഭവിക്കാനുള്ള അവസരം എന്താണ്, ഇതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെയല്ലാതെ കൃത്രിമമായിട്ട് ജാലവിദ്യ പോലെ മനുഷ്യന്റെ ചിന്തയ്ക്ക് കൂച്ചുവിലങ്ങിടുകയും അവന്റെ അകത്തുള്ള ദുർബലമായ മാനസികാവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന വേല എന്നും പൗരോഹിത്യം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ ഈ നിലയ്ക്ക് സാമിരി എന്ന ആള് രംഗത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കിതെന്തോ ഒരു സംഭവമായിട്ട് തോന്നിപ്പോയി എന്ന് മനസ്സിലാക്കാം. അതാണ് ഉണ്ടായത്. വലം വത്തഖദ ഖൗമ മൂസ മിൻ ബഅദിഹി മിൻ ഹുലിയിൻ ഇജ്ലൻ ജസദൻ ലഹു ഖുവാർ. സൂറത്തുൽ ബഖറയിലും നമ്മൾ ഇതിന് സമാനമായിട്ട് വചനങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. വഇദ് വഅദ്ന മൂസ 40 ലൈല ثم اتخذتم العجل من بعده وانتم ظالمون. മൂസ അലൈഹി ഇസ്ലാം 40 നാൾ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ശേഷം നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു. അങ്ങനെ വഅൻതും ളാലിമൂൻ, നിങ്ങൾ അക്രമികളായി, ശിർക്ക് ചെയ്തുകൊണ്ട് അക്രമികളായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ സംഭവം പരാമർശിച്ചിട്ട് അള്ളാഹു പറയാണ്, നമ്മോട് പറയാണ്, അലം യറവു അന്നഹു ലാ യുകല്ലിമുഹും. അല്ല, ഇവർക്ക് അറിയില്ലേ ഇവരെന്ത് ആൾക്കാരാണ്? അന്നഹു ലാ യുകല്ലിമുഹും, ഈ പ്രതിമ, ഈ വിഗ്രഹം ഇവരോട് സംസാരിക്കില്ല എന്നറിയില്ലേ? വല യഹ്ദിഹിം സബീല, ഇവരെ വഴി നടത്തുകയുമില്ല എന്നറിയില്ലേ എന്ന ചോദ്യം. ഒരു ചന്തയിൽ നിന്ന് വാങ്ങിച്ച കളിപ്പാട്ടം പോലുള്ള ഒന്ന് എങ്ങനെയാണ് ഒരു മനുഷ്യനെ വഴി നടത്തുന്ന, അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒന്നായിട്ട് മാറുക? ഇത്തഖദൂഹു വക്കാനു ളാലിമീൻ, അങ്ങനെ അതിനെ അവര് തങ്ങളുടെ ആരാധ്യ ദേവതയായിട്ട് സ്വീകരിച്ചു. അതിനെ തുടർന്ന് അവര് അതിക്രമകാരികളായി. ഇവിടെയും മുൽമ് എന്ന് പറഞ്ഞത് ഷിർക്ക് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്ത ആയത്ത് ശ്രദ്ധിക്കാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നീട് എന്തുണ്ടായി? വലമ്മ സുഖിത ഫി ഐദീഹിം വറഔ അന്നഹും ഖദ് ളല്ലു. എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ. സ്വാഭാവികമായിട്ടും അവരില് ഒരു വിഭാഗം ആളുകൾക്ക് ബോധോദയം ഉണ്ടായതിനെ കുറിച്ചാണ് പറയുന്നത്. വലമ്മ സുഖിത, സഖത്ത എന്ന് പറഞ്ഞാൽ വീണു എന്നാണ് അർത്ഥം അല്ലെ. സഖത്ത താഴേക്ക് വീണു പോവാണ്. വലമ്മ സുഖിത, വീഴ്ത്തപ്പെട്ടപ്പോൾ എന്ന് പറയാം, അല്ലെങ്കിൽ വീഴപ്പെട്ടപ്പോൾ, വീണു പോയപ്പോൾ. ഫി ഐദീഹിം, അവരുടെ കരങ്ങളിൽ. സംഗതി കയ്യിന്ന് പോയി എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഉദ്ദേശം. ചില കാര്യങ്ങൾ, അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ പിന്നെ സംഗതി കയ്യിൽ നിന്ന് പിടിവിട്ടു പോയി എന്ന് പറയും അല്ലെ. നമ്മളിപ്പോ ഒരു ഫേക്ക് ന്യൂസ് വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേക്കത് ലോകം മുഴുവൻ പ്രസരിച്ചു, കൈവിട്ടു പോയി, എല്ലാവരും അറിഞ്ഞു എന്ന് പറയുന്ന പോലെ. വലമ്മ സുഖിത ഫി ഐദീഹിം, അവരുടെ കരങ്ങളിൽ വീഴപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഈ പ്രവൃത്തിയിൽ നെടും ഖേദത്തിൽ അകപ്പെട്ടു പോയി. ഓ, ചെയ്തത് അബദ്ധമായി പോയില്ലേ. നമ്മുടെ പ്രവാചകൻ മൂസ അലൈഹി ഇസ്ലാം എന്തൊക്കെ നമ്മോട് പറഞ്ഞതാണ്. നമ്മൾ അതൊക്കെ വിട്ട് ഇങ്ങനെ ഒരു പുരോഹിതൻ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുമ്പോഴേക്ക് അയാൾക്ക് പിടി കൊടുത്തല്ലോ, അബദ്ധമായല്ലോ. വലമ്മ സുഖിത ഫി ഐദീഹിം, അതാ പറഞ്ഞത്. വറഔ, അങ്ങനെ അവർ കണ്ടു, അഥവാ അവർ മനസ്സിലാക്കി, അന്നഹും, നിശ്ചയം അവർ ഖദ് ളല്ലു, വഴി തെറ്റിപ്പോയിരിക്കുന്നു എന്ന കാര്യം. അവർക്ക് വഴിതെറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലായി. അപ്പോ ഖാലു, അപ്പൊ അവർക്ക് ബോധോദയം ഉണ്ടാവുകയാണ്. ലഇല്ലം യർഹംന, അവർ പ്രാർത്ഥിക്കാൻ. ലഇല്ലം, ഇല്ലെങ്കിൽ, യർഹംന, ഞങ്ങളോട് കരുണ ചെയ്യുന്നില്ലെങ്കിൽ, റബ്ബുന, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് കരുണ ചെയ്യുന്നില്ലെങ്കിൽ, വയഗ്ഫിർ ലന, ഞങ്ങളോട് പൊറുക്കുന്നില്ലെങ്കിൽ, ലനകൂനന്ന, തീർച്ചയായും ഞങ്ങൾ ആയിപ്പോകും, മിനൽ ഖാസിരീൻ, നഷ്ടകാരികളിൽ പെട്ടുപോകുമല്ലോ എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി. ഇങ്ങനെയാണ് മനുഷ്യൻ അല്ലേ. ഒരു എടുത്തുചാട്ടമാണ്. വീണ്ടും വിചാരമില്ലാതെ എന്തെങ്കിലും പറയുമ്പോൾ, എന്തെങ്കിലും കാണുമ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്താ എനിക്ക് പറ്റില്ലേ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ആലോചിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പലതിനെക്കുറിച്ചും അങ്ങനെ കാണാം അല്ലെ. നബിദിനത്തെ കുറിച്ചൊക്കെയുള്ള
പ്രചരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അമേരിക്കയിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, അത് ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്. ഇതൊക്കെയാണ് തെളിവ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ? അതില്ല. അപ്പൊ ഇങ്ങനെ ആൾക്കൂട്ടങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ എന്തോ ഉണ്ടാവും, അല്ലാതെ ആളുകൾ ഇങ്ങനെ പിന്നാലെ കൂടുമോ? ഇങ്ങനെ ചിന്തിക്കാം. അവസാനം ബോധോദയം ഉണ്ടാവും, അല്ലെ? മകത്ത് തിരിച്ചറിവുണ്ടെങ്കിൽ. വലമ്മ സുഖിത ഫീ ഐദീഹിം, അവര് അങ്ങേയറ്റം ദുഃഖിതരായി, കാര്യങ്ങൾ കൈവിട്ടു പോയ അവസ്ഥയിൽ, വറഔ അന്നഹും ഖദ് ളല്ലു, തങ്ങൾക്ക് വഴി തെറ്റിയിരിക്കുന്നു എന്ന് അവർ കണ്ടു. ഖാലു ലഇൻ ലം യർഹംനാ റബ്ബുനാ വയഗ്ഫിർ ലനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ മറ്റൊരു പ്രാർത്ഥന മനസ്സിൽ ഓർമ്മ വരുന്നില്ലേ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. സൂറത്തുൽ അറാഫ് തന്നെയാണ്, അല്ലെ? ഈ സൂറയുടെ ആദ്യ ഭാഗത്ത് എന്താ സംഭവം? ആദ്യ മാതാപിതാക്കൾക്ക് ഇതുപോലെ അബദ്ധം സംഭവിച്ചപ്പോൾ അവര് അള്ളാഹുവോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ആശയം ഇത് തന്നെയാണ്. നീ കരുണ ചെയ്യുന്നില്ലെങ്കിൽ, നീ പൊറുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളായി പോവും റബ്ബേ. ഈ തിരിച്ചറിവ് വളരെ പ്രധാനമാണ്. അത് വലിയൊരു സൗഭാഗ്യമാണ്. മനുഷ്യന് തെറ്റ് സംഭവിക്കാം, അല്ലെ? മനുഷ്യനാണല്ലോ, സ്വാഭാവികമായിട്ടും തെറ്റ് സംഭവിച്ചു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ തെറ്റാണ് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാവുക, അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിന്മാറാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അബദ്ധമായി പോയി എന്നുള്ള തിരിച്ചറിവാണ്. ഇപ്പൊ സുഖിത ഫി യദിഹി എന്ന് പറഞ്ഞാൽ അതൊരു ഭാഷാ പ്രയോഗമാണ് എന്ന് പറഞ്ഞല്ലോ. ഇത് മഹാവിഡ്ഢിത്തമായി പോയി എന്ന് മനസ്സിലാകുമ്പോൾ എന്താവും? കൈകൾ കൂട്ടി ഇടിക്കുന്ന അവസ്ഥ ഉണ്ടാവും. കൈ കടിക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് തലയ്ക്കും മുഖത്തും മാറത്തൊക്കെ ഇങ്ങനെ അടിച്ചു പോവുക. പടച്ചോനെ, എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ആലോചിച്ചിട്ട് മനുഷ്യനിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണങ്ങളാണ്, ഓ അബദ്ധമായിപ്പോയി, ഇങ്ങനെ കൈയടിച്ചുകൊണ്ടൊക്കെ നമ്മൾ പറയില്ലേ? അതാണ് സുഖിത ഫീ യദിഹി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് തട്ടിപ്പാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അങ്ങനെ ചിലർ പറയുന്നത്, ഈ പ്രതിമക്കകത്ത് അയാള് സാമിരി ഒരു പ്രത്യേക കുഴൽ വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രതിമയെ ഒരു ഉയർന്ന പീഠത്തില് കാറ്റിന്റെ ഗതിക്ക് അഭിമുഖമായിട്ട് സ്ഥാപിച്ചതായിരുന്നു. അങ്ങനെ പ്രതിമക്കുള്ളിൽ കടക്കുന്ന കാറ്റ് അകത്തെ കുഴലുകളിലൂടെ സഞ്ചരിച്ച് ശബ്ദമുണ്ടാക്കിയിരുന്നു. വേറെ ചിലർ പറയുന്നത് എന്താണെന്നറിയോ? ഈ കാളയുടെ പ്രതിമ സ്ഥാപിച്ച പീഠത്തിന് താഴെ ഒരാളെ ഒളിച്ച് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ ഭക്തന്മാരിങ്ങനെ വരുമ്പോ ഈ കാള അമറുന്നത് പോലെ ഇയാള് ശബ്ദം ഉണ്ടാക്കും. അയാളൊരു മിമിക്രി കലാകാരനായിരിക്കും ചിലപ്പോൾ. അപ്പൊ അയാൾ ശബ്ദം ഉണ്ടാക്കും. അപ്പൊ ആ ശബ്ദം കേട്ടിട്ട് ഇത് പ്രതിമ തന്നെയാണ് ശബ്ദിക്കുന്നത് എന്ന് ആളുകൾക്ക് തോന്നും. പല കാലങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ട്. മക്കയിലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെ? അവിടെ ഹുബൽ എന്നൊരു വലിയ വിഗ്രഹം ഉണ്ടായിരുന്നല്ലോ. ആ ദേവന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് മറുപടി പറയും. എന്താ സംഭവം? വലിയ വിഗ്രഹമാണ്, അതിനകത്തൊരു പൂജാരി കയറിയിരുന്നിട്ട് അയാൾ മറുപടി പറയാൻ. പക്ഷെ ദൈവം സംസാരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെയുള്ള പല കൈക്രിയകളും ആളുകൾ പ്രയോഗിക്കാറുണ്ട്. അപ്പൊ സംഭവം ഇതാണെന്ന് മനസ്സിലായപ്പോൾ അവർക്ക് വലിയ തിരിച്ചറിവുണ്ടായി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയാണ്. എന്നിട്ടോ അങ്ങനെ മൂസ അലൈഹിസ്സലാം ഇനി ആ സമൂഹത്തിലേക്ക് തിരിച്ചു വരുന്ന രംഗമാണ് അടുത്തത് പറയാൻ പോകുന്നത്. അപ്പൊ ഇതില് ഇവരെല്ലാവർക്കും ഈ പശ്ചാത്താപ ബോധമുണ്ടായി എന്ന് പറയാൻ സാധ്യമല്ല എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ അവരിൽ ഒരു വിഭാഗമായിരിക്കാം. മുസ്ലിം സമൂഹത്തിലൊക്കെ കാണുന്നില്ലേ, അവരില് ഏതാണ്ട് ഭൂരിപക്ഷവും അന്ധവിശ്വാസ അനാചാരങ്ങൾക്ക് അടിപ്പെട്ടൊരു കാലഘട്ടമുണ്ട്. അതിൽ നിന്ന് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അവരെ അതിൽ നിന്ന് മോചിപ്പിച്ച് വിശുദ്ധമായ ആദർശ വഴിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നതുപോലെ ഒരു സംഘമാവാം, അതല്ലെങ്കിൽ അവരിലെ മുഴുവൻ ആളുകളും എന്ന രൂപത്തില് അവരില് മാറ്റം ഉണ്ടായി എന്നാ പറയുന്നത്. കാരണം ഈമാൻ അകത്തുണ്ട്, പക്ഷെ അതിന് ഇങ്ങനെ ചില കറ പുരണ്ട് കഴിയുമ്പോൾ ആണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിനാൽ
സമൂഹത്തിൽ അന്ധവിശ്വാസ അനാചാരങ്ങളൊക്കെ കാണുമ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഇവരങ്ങനെ പോകട്ടെ എന്ന് തീരുമാനിച്ചു കളയരുത്. മനുഷ്യനിൽ ഒരു ചിന്ത ഏത് നിമിഷവും ഉണ്ടാവാം. അതിനുള്ള ഒരു തീപ്പൊരി ഇട്ട് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം അത് വർക്ക് ചെയ്തോളും. അത് മനുഷ്യരുടെ ചിന്താഗതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉപകരിക്കും എന്ന് മനസ്സിലാക്കണം. ഇനി എന്താണ് സംഭവിക്കുന്നത്? മൂസ അലൈഹിസ്സലാം തിരിച്ചു വരികയാണ്. അതിനെ തുടർന്ന് എന്താണ് പുതിയ സംഭവങ്ങൾ? 150 ആയത്ത് ശ്രദ്ധിക്കാം. ولما رجع موسى إلى قومه غضبان أسفا قال بئس ما خلفتموني من بعدي أعجلتم أمر ربكم وألقى الألواح وأخذ برأس أخيه يجره إليه قال ابن أم إن القوم استضعفوني وكادوا يقتلونني فلا تشمت بي الأعداء ولا تجعلني مع القوم الظالمين. മൂസ അലൈഹിസ്സലാം സമൂഹത്തിലേക്ക് തിരിച്ചു വരാൻ. വലമ്മ റജഅ മൂസ തിരിച്ചു വന്നപ്പോൾ ഇലാ ഖൗമിഹി, തൻ്റെ ജനതയിലേക്ക്. എങ്ങനെയാ വരുന്നത്? ഗൾബാന അസിഫ. ഗൾബാൻ, ഗളിബ കോപിച്ചു, മഗ്ലൂബ് കുപിതനായിക്കൊണ്ടാണ് വരുന്നത്. അസിഫൻ ദുഃഖിതനായിക്കൊണ്ട്, ദുഃഖിതനും കോപാന്ധനുമായിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ വല്ലാത്ത അരിശം ഉണ്ടാവും മനസ്സിലായി. ഖാല, അദ്ദേഹം ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു, ബിഅ്സമാ, എത്ര ദുഷിച്ചതാണ്, എത്ര മോശമായിപ്പോയി, ഖലഫ്തുമൂനി, നിങ്ങൾ എന്നെ പ്രതിനിധീകരിച്ചത്, മിൻ ബഅദി, എനിക്ക് പിറകിൽ, എനിക്ക് ശേഷം നിങ്ങൾ ചെയ്തത് എത്ര മോശമായിപ്പോയി. നിങ്ങൾ എൻ്റെ ഖലീഫമാരല്ലേ, അപ്പൊ ഞാൻ എന്താണോ പഠിപ്പിച്ച അതനുസരിച്ചല്ലേ നിങ്ങൾ ജീവിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ എനിക്ക് ശേഷം ചെയ്തു കൂട്ടിയത് എത്ര അബദ്ധമായി പോയി എന്ന ചോദ്യം. അജിൽത്തും, അജലത്ത് ധൃതിയാണ്. അജിൽത്തും, നിങ്ങൾ ധൃതിപ്പെട്ടുവോ, നിങ്ങൾ മറികടന്നു പോവുകയാണ്. അമ്ര റബ്ബിക്കും, നിങ്ങളുടെ നാഥന്റെ കൽപ്പനയെ നിങ്ങൾ മറികടന്നു പോയോ. അൽഖൽ അൽവാഹ്, എന്നിട്ട് മൂസാ നബി എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ലൗഹ ഉണ്ടല്ലോ, ആ ഫലകങ്ങൾ, അവ നിലത്തേക്കിട്ടു. അൽഖ എന്ന് പറഞ്ഞാൽ നിലത്തിട്ടു എന്ന് മാത്രമല്ല, നിലത്തേക്ക് എറിഞ്ഞു. ദേഷ്യം വന്ന അവസ്ഥയിലാണല്ലോ. വഅഖദ, എന്നിട്ട് പിടിച്ചു. ബിറഅസി അഖീഹി, തൻ്റെ സഹോദരന്റെ തലയ്ക്ക്, മുടിക്ക് കുത്തിപ്പിടിച്ചു. ആരാണ്? ഹാറൂൻ അലൈഹിസ്സലാമിന്റെ തലയ്ക്ക് പിടിച്ചു, അഥവാ മുടിയിൽ പിടിച്ചു വലിക്കാൻ. യജുറുഹു ഇലൈ, എന്നിട്ട് തന്നിലേക്ക് ഇങ്ങനെ പിടിച്ചു വലിച്ചു മൂസ അലൈഹിസ്സലാം എന്ന് മനസ്സിലാക്കണം. ഖാല, ആ സമയത്ത് ഹാറൂൻ അലൈഹിസ്സലാം പറയാണ്, യബ്ന ഉമ്മ. ഖാല ഇബ്ന ഉമ്മ, എൻ്റെ മാതാവിൻ്റെ മകനെ എന്ന് പറഞ്ഞത്. എൻ്റെ മാതാവിൻ്റെ മകനെ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാളും ഒരേ ഉദരത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ എന്നാ പറയുന്നത്. ഇബ്ന ഉമ്മ, എൻ്റെ ഉമ്മാന്റെ മകനെ. ഇന്നൽ ഖൗമ ഇസ്തളഅഫൂനി, ഇന്നൽ ഖൗം, നിശ്ചയം ഈ ജനത ഉണ്ടല്ലോ, ഇസ്തളഅഫ, ദുർബലനാക്കി കളഞ്ഞു. ഇസ്തളഅഫൂനി, എന്നെ ഒതുക്കി കളഞ്ഞു. എനിക്കൊന്നും ചെയ്യാനും പറയാനും പറ്റാത്ത അവസ്ഥയിൽ അവരെന്നെ ഒതുക്കി. വക്കാദു യഖ്തുലൂനനി, അവരെന്നെ കൊന്നുകളയാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന അവസ്ഥയിലെത്തി. അല്ലെങ്കിൽ വക്കാദു, അവര് എന്നെ കൊല്ലാൻ പോലും തുനിഞ്ഞു. അതുകൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഫലാ തുഷ്മിത്, അതിനാൽ നീ സന്തോഷിപ്പിക്കരുത്. അഷ്മത്ത യുഷ്മിത്തു, ചിരിക്കാൻ അവസരം കൊടുക്കരുത്. ബിയൽ അഅദ,
ഞാൻ നിമിത്തം ശത്രുക്കൾക്ക് ചിരിക്കാൻ നീ അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. കാരണം ഞാൻ പ്രവാചകനാണ്, നീ എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം ഏൽപ്പിച്ചതായിരുന്നു, പക്ഷെ അതിൽ എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ നീ എന്നെ ഉപദ്രവിക്കുമ്പോൾ, എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ അത് മുഖേന എന്താ സംഭവിക്കാം? ഞാൻ മാത്രമല്ല യഥാർത്ഥത്തിൽ അവിടെ മോശമാകുന്നത്, മറിച്ച് നീയും നാം വിശ്വസിക്കുന്ന ആദർശവും ഒക്കെയാണ്. അതിനാൽ ആ നിലയ്ക്ക് നീ ഒരിക്കലും പെരുമാറാൻ പാടില്ല എന്ന് സഹോദരൻ ഓർമ്മപ്പെടുത്താണ്. ഫലാ തുഷ്മിത് ബിയൽ അഅദ, എന്നെ കൊണ്ട് നീ ശത്രുക്കൾക്ക് ചിരിക്കാനുള്ള അവസരം കൊടുക്കരുത്. നമ്മൾ തമ്മിലടിക്കുകയാണ്, നമുക്കിടയിൽ പ്രശ്നമാണ് എന്ന് അവർ കരുതുന്ന അവസ്ഥ ഉണ്ടാവില്ലേ? വലാ തജഅൽനി, മാത്രമല്ല നീ എന്നെ ആക്കരുത് മഅൽ ഖൗമിൽ ളാലിമീൻ, ധർമ്മധിക്കാരികളായ ഈ ജനത്തിന്റെ കൂട്ടത്തിൽ എന്നെയും നീ പെടുത്തിക്കളയരുത് എന്ന് ഹാറൂൻ അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിനോട് പറയാണ്. വല്ലാത്തൊരു സങ്കീർണമായ സാഹചര്യമാണ് അല്ലെ? വലമ്മ റജഅ മൂസ ഇലാ ഖൗമിഹി ഗദ്ബാന അസിഫ. ഇപ്പൊ നമ്മള് വീട്ടിലെ മുതിർന്ന കുട്ടിയെ ഏൽപ്പിച്ചു, ചെറിയ മക്കളെയൊക്കെ, എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് പുറത്തു പോയി, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരുമ്പോഴേക്ക് ആകെപ്പാടെ പ്രശ്നമാണ് വീട്ടില്. മക്കള്, ഒരാൾ വീണിട്ടുണ്ട്, മറ്റേ ആള് കല്ലെടുത്തിട്ട് കണ്ണാടിക്ക് എറിഞ്ഞിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആകെപ്പാടെ പ്രശ്നമാണെങ്കിൽ മൂത്ത ആളാണ് നമ്മൾ ചോദ്യം ചെയ്യുക, നീ എന്ത് പണിയാ ചെയ്തത്, നിന്നെ ഏൽപ്പിച്ചു പോയതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് ശൈലിയിൽ മൂസ അലൈഹി ഇസ്ലാം സംസാരിക്കുകയാണ്, ഗദ്ബാന അസിഫ. പക്ഷെ ഇവിടെ വിഷയം ഗുരുതരമാണ് അല്ലെ? തൗഹീദിന്റെ വക്താക്കളായ ഒരു ജനത ഷിർക്കിന്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അത് ഗുരുതരമായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ വളരെ വികാരഭരിതനായിട്ട് ക്ഷോഭിച്ചുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം സംസാരിക്കുന്നത്. ബിഅ്സ മാ ഖലഫ്തുമൂനി മിൻ ബഅദി, ഞാൻ ഒന്ന് മാറി നിൽക്കുമ്പോഴേക്ക് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്. അജിൽതും അമ്ര റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ കൽപ്പനയെ മറികടക്കാൻ വേണ്ടിയിട്ട് ധൃതി കാണിക്കുകയാണോ എന്ന് മൂസ അലൈഹിസ്സലാം അവരോട് ചോദിക്കുന്നുണ്ട്. ഇതെന്ത് പണിയാണ് നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നത് എന്നർത്ഥം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ധൃതിപ്പെട്ടത്? ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കൊന്ന് കാത്തു നിൽക്കാൻ പാടില്ലായിരുന്നു. ഇതിന് വേറെയും വ്യാഖ്യാനമുണ്ട്. മൂസ അലൈഹി ഇസ്ലാം മരിച്ചുപോയി, ഇനി മൂപ്പര് തിരിച്ചു വരില്ല എന്ന് നമ്മുടെ സാമിരി പറഞ്ഞത്രേ. ഓ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ കാത്തിരിക്കുന്നത്, ഇനി നമുക്ക് ഇയാളുടെ കൂടെ കൂടാം. അങ്ങനെ കൂടിപ്പോയതാണ്. അപ്പൊ ഞാൻ മരണപ്പെട്ടു എന്ന വിവരം അള്ളാഹു ആണല്ലോ നിങ്ങൾ അറിയിക്കേണ്ടത് അല്ലെ? അല്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ വിധിയായിട്ട് സംഭവിക്കേണ്ടതാണ്. അത് നിങ്ങൾ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്തിനാണ് ഈ പണി ചെയ്തത് എന്ന ചോദ്യം കൂടി അജിൽതും അമ്ര റബ്ബിക്കും എന്നതിൽ ഉണ്ട് എന്നാണ്. ഇനി അതുമല്ല, അള്ളാഹുവിന്റെ ശിക്ഷയാണോ, നിങ്ങൾ ശിക്ഷയ്ക്ക് വേണ്ടി ധൃതി കൂട്ടുകയാണോ എന്ന ചോദ്യവും അതിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ്. അപ്പൊ അങ്ങനെ അവർ ധൃതിപ്പെട്ടുകൊണ്ട് ഈ അവിവേകം പ്രവർത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് മൂസ അലൈഹി ഇസ്ലാം അൽഖൽ അൽവാഹ്, തൻ്റെ ഫലകങ്ങളൊക്കെ എറിഞ്ഞു, നിലത്തേക്കിട്ടു. അങ്ങനെ അത് പൊട്ടിപ്പോയിട്ടുണ്ടാവും അല്ലെ? അതിൽ പല വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അവസാനം നിലത്തേക്ക് എറിഞ്ഞപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങൾ, തഫ്സീൽ എന്ന് പറഞ്ഞില്ലേ, വ്യാഖ്യാനങ്ങൾ നഷ്ടപ്പെട്ടു, എന്നാൽ അതിലെ ഉപദേശങ്ങൾ മാത്രം ശേഷിച്ചു എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഇനി അങ്ങനെയല്ല, അതിൻ്റെ 1/7 ഒഴിച്ചുള്ള ഭാഗങ്ങൾ അത് നശിച്ചുപോയി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ വരുന്നതായിട്ട് കാണാം. അത് ഉടഞ്ഞുപോയി എന്ന് ബൈബിളിലും പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനെയുള്ള പല റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ മൂസ അലൈഹി ഇസ്ലാം അത് നിലത്തേക്ക് ഇട്ടപ്പോൾ അത് ഉടഞ്ഞു പോയിട്ടുണ്ട് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധ്യവുമല്ല. കാരണം കോപം തണുത്തപ്പോൾ മൂസ അലൈഹി ഇസ്ലാം വീണ്ടും അത് കയ്യിലെടുത്തു എന്ന പ്രയോഗവും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഒരു പ്രവാചകൻ ഇങ്ങനെ അള്ളാഹു നൽകിയ ഈ ഫലകം നിലത്തെറിയാൻ പാടുണ്ടോ? അത് അനാദരവല്ലേ എന്ന ഒരു ചോദ്യത്തിന് അവിടെ സാധ്യതയുണ്ട്. പക്ഷെ അതീവ ദുഃഖാകുലനായ, അങ്ങേയറ്റം ദേഷ്യം വന്നുപോയ സാഹചര്യത്തിലാണ് മൂസ അലൈഹി ഇസ്ലാമിന് സംഭവിച്ചത്. ഒരു സമചിത്തത കൈവിട്ടുപോയി. മൂസ അലൈഹി ഇസ്ലാം അങ്ങനെ ഒരു പ്രകൃതമുള്ള ആളായിരുന്നല്ലോ. ഒരാൾ തല്ലിയപ്പോൾ
അയാൾ മരണപ്പെട്ടു പോയ സംഭവമൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിൻ്റെ ഫലകത്തോടുള്ള അനാദരവല്ല, മറിച്ച് ആ സന്ദർഭത്തിൽ മൂസ അലൈഹി ഇസ്ലാമിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു താൽക്കാലികമായ ഒരു പ്രതികരണം മാത്രമായിരുന്നു അത് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ സഹോദരന്റെ മുടി പിടിച്ചു വലിക്കുന്നു. അപ്പോ ഹാറൂൻ അലൈഹി ഇസ്ലാം പറഞ്ഞ മറുപടി കണ്ടില്ലേ, ഇന്നൽ ഖൗമസ്തദഅഫൂനി, എന്നെ ഈ ജനത ദുർബലനാക്കി കളഞ്ഞു, പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ. വക്കാദു യഖ്തുലൂനനി, അവരെന്നെ കൊന്നുകളയും എന്ന അവസ്ഥയെത്തി. ഫലാ തുഷ്മിത്, അതിനാൽ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നത് എന്താണ്, ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് അറിയാം? ഞാൻ ഇവർക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കേണ്ടതില്ല എന്ന് ആലോചിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. ഇന്നി ഖശീതു അൻ തഖൂല, നീ പറഞ്ഞെങ്കിലോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഫർറഖ്ത ബൈന ബനി ഇസ്രായീൽ വലാം തർഖുബ് ഖൗലി, സൂറത്ത് ത്വാഹയില് പറയുന്നുണ്ട് എന്താണ്, ഞാൻ ഇവരെ ഭിന്നിപ്പിച്ചു കളഞ്ഞു. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ശക്തമായിട്ട് ഇടപെട്ടാൽ ഒരു കൂട്ടര് പശുവിനെ ആരാധിക്കുന്നവരും മറ്റൊരു കൂട്ടർ ആരാധിക്കാത്തവരുമാകും. അങ്ങനെ അവർക്കിടയിൽ ഭിന്നതയും പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് വലാ തർഖുബ് ഖൗലി, നീ എന്തുകൊണ്ട് എൻ്റെ ഒരു വാക്കിന് വേണ്ടി കാത്തു നിന്നില്ല എന്ന് ചോദിച്ചാലോ, ഇതും ഞാൻ ആലോചിച്ചു എന്ന് സൂറത്ത് ത്വാഹയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ശിർക്ക് ചെയ്യാൻ അനുവദിക്കാമോ എന്നൊന്നുമുള്ള ഒരു ഫത്വയിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല, അല്ലെ? ഇപ്പൊ സമൂഹത്തില് ഭിന്നത ഉണ്ടാകേണ്ടതില്ല, അതുകൊണ്ട് ഞാൻ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയില്ല, അതിനെ എതിർത്ത് സംസാരിക്കുന്നില്ല. അങ്ങനെയല്ല. സമൂഹത്തെ സത്യം ബോധ്യപ്പെടുത്തൽ നമ്മുടെ ബാധ്യതയാണ്. അതേ സമയത്ത് അതിൽ വിവേകപൂർവമായ ഒരു സമീപനം സ്വീകരിക്കാം. അവരെ ശത്രുക്കളാക്കി മാറ്റുന്നതിന് പകരം അവർക്ക് അവസരം നൽകി മെല്ലെ മെല്ലെ വിവേകപൂർവ്വം സത്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെ നിലപാടിൽ ഇതൊക്കെ വരുന്നുണ്ട്. ഒരു സമൂഹത്തെ ഭിന്നിപ്പിക്കുവാൻ ഞാൻ കാരണമാകരുത്. അതേപോലെ മുഖ്യപ്രവാചകൻ വരുന്നതിന് മുമ്പ് നിലപാടെടുത്ത് കളയരുത്. മാത്രമല്ല, ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ അവരിപ്പോ ദുർബലനാക്കി കളഞ്ഞു, കൊല്ലാൻ ഓങ്ങുന്ന അവസ്ഥയിലെത്തി. അപ്പൊ ഒരാൾ വധിക്കപ്പെടുമെന്നാകുമ്പോൾ ശിർക്ക് അനുവദിക്കാമോ എന്നൊന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. ഇതൊരു മാനുഷികമായ അവസ്ഥയായിട്ട് മാത്രമാണ് കാണേണ്ടതുള്ളൂ. ഏതായാലും വിഷയം വളരെ ഗൗരവാവസ്ഥയിൽ എത്തി എന്ന് കാണാം. അപ്പൊ അവിടെ ഹാറൂൻ അലൈഹി ഇസ്ലാം പറയുന്ന മറ്റൊരു കാര്യം എന്താണ്, നമ്മുടെ ശത്രുക്കൾക്ക് ചിരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അതാണ് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മൊത്തത്തിൽ ഇപ്പൊ നമ്മൾ മുസ്ലിം സമൂഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ മുസ്ലിം സമൂഹം പലതായിട്ട് ചിതറിപ്പോവാണ്, പല അഭിപ്രായങ്ങൾ. അങ്ങനെ വരുമ്പോൾ ശത്രുക്കൾക്ക് അത് ചിരിക്കാൻ അവസരം ഉണ്ടാവും. ഗസയിൽ പോലും അതാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് അവർക്ക് ഒന്നിച്ചു നിൽക്കാൻ പറ്റുന്നില്ല? മുസ്ലിം രാജ്യങ്ങൾക്ക് അവർക്കിടയിലുള്ള ഗോത്രപരവും വംശപരവുമായ പ്രശ്നമുണ്ട്, സുന്നി ഷിയ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ശത്രുക്കൾക്കറിയാം. അതുകൊണ്ട് ഈ മുസ്ലിങ്ങൾ ഒരിക്കലും ഒന്നിക്കുകയില്ല. അതിനാൽ നമുക്കതൊക്കെ ഉപയോഗപ്പെടുത്താം എന്നതാണ് ഇത്രയും ധിക്കാരപരമായിട്ട് നെതന്യാഹുവും അമേരിക്കൻ സാമ്രാജ്യത്വവും മുന്നോട്ട് പോകാനുള്ള കാരണം. മുസ്ലിങ്ങൾ ഒന്നിനും പ്രതികരിക്കില്ല, കാരണം അവർ പല കക്ഷികളാണ്. അങ്ങനെ ലോകം മുസ്ലിം ഉമ്മത്തിനെ നോക്കിയിട്ടിപ്പോ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് രാജ്യങ്ങളും സമ്പത്തുക്കളും ആൾബലവും എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കാൻ. ഇതാണ് ഹാറൂൻ അലൈഹി ഇസ്ലാം ഭയപ്പെട്ടത്. നമ്മെക്കുറിച്ച് നമ്മുടെ ശത്രുക്കൾ കളിയാക്കിച്ചിരിക്കുന്ന അവസ്ഥ സൃഷ്ടിക്കരുത് എന്ന് പറഞ്ഞു. വളരെ പ്രസക്തമാണല്ലേ നമ്മുടെ കാലത്ത് ഈ പ്രയോഗം. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമും സമൂഹവുമായി ബന്ധപ്പെട്ട ഈ സംഭവങ്ങളിൽ സമകാലികമായിട്ട് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവയെല്ലാം തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ, സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്യണേ റബ്ബെ. ഒരുപാട് മനുഷ്യർ അന്ധവിശ്വാസങ്ങളിൽ, അനാചാരങ്ങളിൽ, അവിശ്വാസങ്ങളിൽ അകപ്പെട്ടു പോകുന്നുണ്ട് റബ്ബെ. എല്ലാവർക്കും സത്യത്തിന്റെ വഴി കാണിച്ചു കൊടുക്കണേ നാഥ. രോഗങ്ങൾ കൊണ്ട്, മനപ്രയാസങ്ങൾ കൊണ്ട്, സാമ്പത്തിക ഞെരുക്കം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും ശിഫയും ആശ്വാസവും നൽകണേ റബ്ബെ. ഞങ്ങളുടെ സതുദ്ദേശങ്ങളെല്ലാം സഫലീകരിച്ചു തരണേ നാഥ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഒക്ടോബർ 1 മുതലാണ്